ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഗൾഫുകാരി സന്ധി ചേച്ചിയുടെ മൂന്നാം ഭാഗമാണ് കേട്ടോ. സന്ധി ചേച്ചി ഒരിത്തിരി വാശിക്കാരിയായിരുന്നു, അതുപോലെ ഇത്തിരി അഹങ്കാരം കേട്ടോ. അത് ഞാൻ മാത്രം പറഞ്ഞതാണ് കേട്ടോ. പലർക്കും പല അഭിപ്രായമാണ് സന്ധി ചേച്ചിയെ കുറിച്ച്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അഹങ്കാരം കൂടിയ ആള് എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് ഞാൻ മനസ്സിൽ പറയുകയും ചെയ്തു. അന്നത്തെ ദിവസം രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് സന്ധി ചേച്ചിയുടെ മുറിയിൽ തന്നെയാണോ ഞാൻ കിടക്കുന്നത്. അയ്യോ, ഈ സന്ധി ചേച്ചി എവിടെ പോയി? ഞാൻ പെട്ടെന്ന് അവിടെ എല്ലാം ഒന്ന് നോക്കി. കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറക്കം വന്നിട്ട് നേരെ കയറി കിടന്നത് സന്ധി ചേച്ചിയെ കട്ടിലാണ്. പക്ഷേ വെളുപ്പാങ്കാലമായപ്പോ സന്ധി ചേച്ചിയെ കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് നടന്ന് എൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധി ചേച്ചി റൂമിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കതക് തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് അമ്മ സന്ധി ചേച്ചി സാരി ഉടുക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ അകത്തേക്ക് കയറുന്ന കണ്ടിട്ട് ഞാൻ തന്നെ അമ്മയോട് ചോദിച്ചു, എന്താ ഇവിടെ പരിപാടി, ഇന്ന് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയൊന്ന് ഒരു കർശനമായിട്ടുള്ള രീതിയിൽ എന്നെ ഒന്ന് നോക്കി. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കട്ടെ, ഇവിടെ പെണ്ണുങ്ങൾ മാത്രം നിൽക്കുന്ന സ്ഥലത്താണോ നീ കയറി വരുന്നേ എന്ന് മാത്രം അമ്മ പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ട സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് സന്ധി ചേച്ചി ഒന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് അപ്പൊ തന്നെ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ പോയത് മുറ്റത്തേക്കാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പല്ല് തേച്ച് ഇനിയൊന്ന് ഫ്രഷ് ആവണം, അതുമാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ അവിടേക്ക് ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ നോക്കി. അപ്പോഴാണ് സന്ധി ചേച്ചി സാരി ഉടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത്. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ സന്ധി ചേച്ചി ചോദിച്ചു, എടാ ഇന്ന് വന്നേ, ഇതെങ്ങനെയുണ്ട്, ഒന്ന് നോക്കിക്കേ, സാരി ഉടുത്തത് സെറ്റായിട്ടുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഉടുപ്പിച്ചത് നന്നായതുകൊണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സന്ദേശിച്ച് വീണ്ടും ചോദിക്കാനൊരാഗ്രഹം. ആ സമയത്ത് തന്നെ സന്ദേശിച്ച് ഒന്ന് തറപ്പിച്ച് ചോദിച്ചു, അല്ല ഇത് ഉടുക്കുന്ന സമയത്ത് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരെപ്പോലെ ഇരിക്കും എന്നൊക്കെ സന്ദേശിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ എനിക്കറിയില്ല, ചേച്ചിയെ കാണുന്ന സമയത്ത് സുന്ദരിയായിട്ട് എനിക്ക് തോന്നി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓ, നീ പറഞ്ഞു നിർത്തി, ഒരു വലിയൊരാൾ വന്നേക്കുന്നു, നീ ഒന്ന് നോക്കിക്കേ. ഞാൻ സമയത്ത് ഒന്ന് നോക്കി, തുറച്ചു നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ സാരിയുടെ തലപ്പ് നന്നായിട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. ആ ടൈമിൽ ഞാനത് പിടിച്ചു തരാം എന്ന് പറഞ്ഞ് സന്ദേശിച്ചേക്ക് ആ സമയം പിടിച്ചു കൊടുത്തു. അപ്പൊ തന്നെ സന്ദേശിച്ച് പറഞ്ഞു, നിനക്കിതൊക്കെ ഓൾമോസ്റ്റ് അറിയാല്ലേ കൊച്ചു കള്ള എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, പണ്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ സാരി ഉടുത്തിട്ട് എന്നെ കൊണ്ട് ഇതിങ്ങനെ പിടിപ്പിക്കുമായിരുന്നു, അതായിരുന്നു. ഓ, അപ്പം നീ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പെണ്ണിനും ഇതേപോലെ ഒക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും അല്ലേ? നിന്റെ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണിൻ്റെ ഭാഗ്യം, അല്ലാതെ ഞാനെന്ത് പറയാനാ എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി ഇങ്ങനെ ഊഹിച്ച് കളയല്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ സന്ധിച്ചേച്ചി എൻ്റെ തോളിലും തട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് എന്തൊക്കെയാ പരിപാടി, വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എന്ത് പരിപാടി ചേച്ചി, ഇങ്ങനെ നിന്നു പോന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെങ്കിൽ പിന്നെ നമുക്കിന്നൊരു പ്ലേസ് വരെ പോയാലോ, നീ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയൊക്കെയാണ്, ചേച്ചി റെഡിയാണോ എന്ന് പറയുമ്പോൾ സന്ധിച്ചേച്ചിയും ഓക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ എവിടേക്കാ പോവാ, പുറത്ത് പോവാം നമുക്ക്, ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ, അമ്മയാണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിനോ കാര്യങ്ങൾക്കോ പോകും, പിന്നെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം, ഇവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോടാ. സന്ധിച്ചേച്ചി വന്നിട്ട് ഇപ്പം 2 ദിവസമാവുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും സന്ധിച്ചേച്ചി ഒന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ഗൾഫുകാരിയായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ അവർക്കും ആഗ്രഹമുണ്ടല്ലോ എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. അതുകൊണ്ട് ഇന്നപോലെ പോയിട്ടൊക്കെ വരാം, പക്ഷേ എപ്പോഴാ ഇറങ്ങുക? അപ്പോൾ ഞാൻ സന്ധിച്ചയോട് ചോദിക്കുമ്പോൾ വൈകിട്ട് ഇറങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സന്ധിച്ചയോട് പറഞ്ഞു, വൈകിട്ടായി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ദൂരെ പോയി കഴിഞ്ഞാൽ നേരത്തെ വരവും കാര്യങ്ങളൊന്നും നടക്കത്തില്ല, രാത്രിയാവും വരാൻ എന്ന് പറയുമ്പോൾ സന്ധിച്ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, രാത്രിയായാലും കുഴപ്പമില്ല, നീ ഉണ്ടല്ലോ കൂട്ടിന് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ധൈര്യശാലി എന്ന പോലെ സന്ദേശിച്ച് എന്ന് ചൂണ്ടിക്കാണിച്ചു, ചേച്ചി ഉണ്ടല്ലോ കൂടെ, അപ്പം നമുക്ക് ധൈര്യത്തോടെ ഇനി പോരാം
എന്ന് ഞാൻ സന്ധിച്ചെടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അമ്മ അവിടേക്ക് വന്നത്. കുട്ടികളെ, ഞാൻ ഒന്ന് പണിക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ പുറത്തേക്ക് മമ്മട്ടിയായിട്ട് ഇറങ്ങി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, എന്തൊക്കെയാലും ഞങ്ങളിന്ന് നേരത്തെ വരത്തില്ല കേട്ടോ, ഞങ്ങളിന്ന് പുറത്തോട്ടൊന്ന് പോകുന്നുണ്ട്, അവിടേക്കൊന്ന് കറങ്ങിയിട്ടേ വരത്തുള്ളൂ, അപ്പോൾ ഇച്ചിരി ലേറ്റാവേ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ തന്നെ അമ്മ തിരിച്ചു മറുപടി പറഞ്ഞു, കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ നേരത്തെ ഇനി വന്നേക്കണം രണ്ടാളും എന്ന് പറയുമ്പോൾ ഞാനും സന്ദേശിച്ചേയും പരസ്പരം ചിരിച്ചു. കാരണം ഞങ്ങൾ പണ്ട് പോകുന്ന സമയത്ത് ഓരോരോ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കുമായിരുന്നു. സന്ദേശിച്ചി എന്നും എൻ്റെ അയലത്തെ വീട്ടിലെ ചേച്ചിയാണ്. പക്ഷേ എപ്പോഴാണെങ്കിലും ശരിയെന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരകൽച്ചയോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും നല്ല കമ്പനി. അതുകൊണ്ട് തന്നെ എല്ലാം അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാനും സന്ധിച്ചും കൂടെ പുറത്തേക്ക് ഇറങ്ങി. എടാ, ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ അവിടേക്ക്, അപ്പം പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സന്ധിച്ച് ഒന്ന് കണ്ണടിച്ച് കാണിച്ചു. പെട്ടെന്ന് വരാനാണെങ്കിൽ എങ്ങനെയാ പോവാ, ഇച്ചിരി ലേറ്റാവും എൻ്റെ കുഞ്ഞെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. സന്ധിച്ചേച്ചി ഒരു പുഞ്ചിരിയോടെ എൻ്റെ കൂടെ വന്നു. ഈ സാരി ഉടുത്തോണ്ടാണോ എൻ്റെ കൂടെ വരാൻ പോന്നെ എന്ന് ചോദിക്കുമ്പോൾ സന്ധ്യചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെന്താടാ കുഴപ്പം, സാരി നല്ലതല്ലേ. സാരി നല്ലതൊക്കെ തന്നെയാണ്, ഈ മല കയറുമ്പോൾ ഈ സാരിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യായോ, അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉരിഞ്ഞ് താഴെ കിടക്കും എന്ന് ഞാൻ സന്ധ്യചേച്ചിയോട് പറഞ്ഞു. എടാ, ഇതല്ലാതെ പിന്നെ എന്തെടുത്തോണ്ട് വരാനാ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ ഇട്ടിട്ട് വാ എന്ന് പറയുന്ന സമയത്ത് സന്ധ്യചേച്ചി ഒന്ന് ആലോചിച്ച് നിൽക്കുന്നു. അപ്പോൾ തന്നെ ഞാനൊന്ന് പുഷ് ചെയ്തു. ഇങ്ങോട്ട് വന്ന സമയത്ത് ഇട്ടുകൊണ്ട് വന്ന ആ ഒരു ബ്ലാക്ക് കളറിലെ മോഡേൺ ഡ്രസ്സ് അതെടുത്തിട്ടു. അതാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓടി വരാനും കാലുകളൊക്കെ തോന്നുന്നില്ല. ഇതൊക്കെ എടുത്തുകൊണ്ട് മല കയറാൻ നിന്ന് കഴിഞ്ഞാൽ കാലെ തട്ടി വീഴും, പിന്നെ പൊക്കിയെടുക്കാൻ ഞാൻ നടക്കണം എന്ന് തന്നെ ഞാൻ ഓപ്പണായിട്ട് സന്ദേശിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാനും സന്ദേശിച്ചും കൂടെ ഇറങ്ങി. അപ്പം തന്നെ ആൾക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു താഴ്വാരം വരെ, അതുവരെയുണ്ട് ആൾക്കാർ. അത് കഴിഞ്ഞാൽ പിന്നെ തനിച്ചുള്ള യാത്രയാണ്, അതിൻ്റെ അടിവാരം തൊട്ട് മുകൾ ഭാരം വരെ. ഞാനും സന്ദേശിച്ചും കൂടെ അതിൻ്റെ മേളിലോട്ട് കയറാൻ തുടങ്ങി. അതൊരു മലയായിരുന്നു കേട്ടോ. അതിനകത്ത് ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അങ്ങോട്ട് കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഞാവൽപ്പഴവും കാര്യങ്ങളൊക്കെ കുരങ്ങന്മാരെ പച്ചി തിന്നുന്നത് കാണാൻ പറ്റും. അതെല്ലാം കണ്ട് ചേച്ചിക്ക് പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഇത്രയും കാലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമല്ലേ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അതെല്ലാം കണ്ടുകൊണ്ട് ഞാനും സന്ദേശിയും കൂടെ മേളിട്ട് കയറി. അവിടെയാണെന്നുണ്ടെങ്കിൽ സന്ദേശ് പകുതിയപ്പോൾ തന്നെ ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. എടാ, ഞാനാ കുഴഞ്ഞ കേട്ടോ, എനിക്കിനി കയറാൻ വയ്യ, അയ്യോ എന്ന് പറഞ്ഞ് സന്ദേശിച്ച് വീഴാൻ നേരത്ത് ഞാനൊന്ന് പിടിച്ചവിടെ ഇരുത്തി. ചേച്ചി ഒരു കാര്യം ചെയ്, ദേ ഇവിടെ അങ്ങോട്ട് കയറിയിരുന്നേ, എന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു, തലയൊന്നും കറങ്ങി വീഴാൻ നിൽക്കണ്ട, താഴെ വീണ പൊടി പോലും കിട്ടില്ല എന്ന് മാത്രം ഞാൻ സന്ദേശിച്ചിട്ട് പറഞ്ഞു. എടാ, ഇത് ഞാൻ പണ്ട് കയറിയിട്ടുള്ളതാണ്, അന്നൊന്നും കയറുന്ന സമയത്ത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ അനുഭവിക്കണ്ടേ ചേച്ചി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്, ഒന്ന് പോയേ നീ, ഇങ്ങനെ ചുമ്മാ തള്ളി വിടാതെ എന്ന് സന്ദേശിച്ച് മാത്രം പറഞ്ഞു. അപ്പൊ തന്നെ സന്ദേശിച്ചയെ ഒന്ന് തലോടിയ ശേഷം ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, അതൊക്കെ എഴുന്നേറ്റ് നടക്കാൻ നോക്ക്, ഇങ്ങനെ ഇരിക്കാനേ വരത്തുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ സന്ദേശിച്ച് പറഞ്ഞു, നീ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നീ എടുക്കും എന്നെ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അവിടുന്നേ പറഞ്ഞപ്പം ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ചേച്ചിയായിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാലും കുഴയും, അപ്പോൾ അതിനനുസരിച്ച് വരണമെന്ന്. ആ, ഇനിയിപ്പോൾ എണീക്ക്, നമുക്ക് പോയിച്ച് വരാം എന്ന് പറഞ്ഞ് സന്ദേശി ഒന്ന് പുറത്തേക്ക് എണീറ്റ്. അപ്പം തന്നെ സന്ദേശി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ ഈ ഡ്രസ്സൊന്ന് നേരെയാക്കട്ടെ, ആകപ്പാട് കുഴഞ്ഞ് ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു.
നീ മുടിയൊന്ന് പിടിച്ചേ, ഞാനൊന്ന് റെഡിയാക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ മുടി പിടിച്ച് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ സന്ധ്യച്ചി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ടു. സന്ധ്യച്ചിയുടെ കഴുത്തിൽ ഒരു 5 പവൻ്റെ മാല കിടപ്പുണ്ട്. ഗൾഫുകാരിയല്ലേ, അതിൻ്റെ ഒരു പവർ എന്തൊക്കെയാലും കഴുത്തെ കാണാതിരിക്കത്തില്ലോ. അത് തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചിയുടെ കഴുത്തെ കണക്കാൻ അത് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ലോക്കറ്റും പിന്നെ അത്രയും നല്ലൊരു മാലയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ മാല. അപ്പൊ തന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്തു, ചേച്ചിയുടെ മാല സൂപ്പറാണ് കേട്ടോ, ചേച്ചി അത് കളയാൻ നിൽക്കണ്ട, കളയാൻ നിൽക്കാനൊന്നും എന്ന് ഞാൻ ചുമ്മാതെ പറഞ്ഞു. അപ്പൊ തന്നെ ചേച്ചി എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനമാണത്. കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ചേച്ചി അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും ആരും ഇത് വാങ്ങിച്ചു കൊടുത്തില്ല. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് പക്ഷേ സന്ധ്യച്ചി ഇപ്പം എല്ലാം വാങ്ങിച്ചെടുത്തു. അതൊരു പക്ഷേ സന്ധ്യച്ചിയുടെ കഴിവ് തന്നെയാണ്. അത് സന്ധ്യച്ചി അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്രത്യേക കഴിവാണ്. പെട്ടെന്ന് ആൾക്കാരെ മയക്കിയെടുക്കാനുള്ള ഒരു കഴിവ് സന്ധ്യച്ചിയുണ്ട്. അതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. സന്ധ്യച്ചിയാണെന്നുണ്ടെങ്കിൽ പിന്നോട്ടാണ് പോകുന്നതെല്ലാം. അപ്പം തന്നെ പിന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് തള്ളിക്കൊടുത്തു. ചേച്ചി ഒന്ന് കയറിയാട്ടെ, നമ്മളവിടെ ചെന്നില്ലെങ്കിലല്ലേ രാത്രിയായാലും ഇനി പോരാൻ പറ്റില്ല, അറിയാലോ സ്ഥലമൊക്കെ ഒന്നും അത്ര ശരിയല്ല എന്ന് മാത്രം ഞാൻ സന്ധ്യച്ചിയോട് പറഞ്ഞു. അങ്ങനെ സന്ധ്യച്ചിയെ പിന്നിൽ നിന്ന് തള്ളി തള്ളി ഞാൻ മലയുടെ മുകളിലേക്ക് കൊണ്ടെത്തിച്ചു. എത്തിക്കഴിഞ്ഞ സമയത്ത് സന്ധ്യച്ചിയെ ഒരു എവറസ്റ്റ് കീഴടക്കിയ ആ ഒരു സന്തോഷമായിരുന്നു. ചേച്ചി തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു, ഒരു കൊച്ചു കുട്ടിയെ പോലെ. ഇത് കാണുമ്പോൾ അംഗനവാടി ചേച്ചി കുട്ടിനിക്കർ വിട്ട് തുള്ളിച്ചാടിയ ആ രൂപം എനിക്ക് ഓർമ്മ വരുന്ന കേട്ടോ. ഇങ്ങനെ ചാടാതെ നിൽക്കി പൊടിപ്പിള്ളാരുടെ കണക്കുണ്ട് ചേച്ചിയെ കാണാൻ എന്ന് പറയുമ്പോൾ സന്ധ്യച്ചി ഓടി വന്ന് എനിക്കൊരു അടി തന്നു. കുരുത്തക്കേട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എന്നെ ശിക്ഷിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പണ്ടത്തെ കണക്ക് എന്നിട്ട് അടിക്കാനൊന്നും നിൽക്കണ്ട, ഞാനേ പഴയ ആളൊന്നുമല്ല കേട്ടല്ലോ എന്ന് മാത്രം ഞാൻ സന്ധ്യച്ചിട്ട് പറഞ്ഞു. പെട്ടെന്ന് സന്ധ്യച്ചേച്ചി എൻ്റെ കയ്യിൽ ഒരു നുള്ളു വെച്ചിട്ടെന്ന് പറഞ്ഞു, നീ പഴയ ആളായത് പുതിയ ആളായത് എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ സന്ധ്യച്ചിട്ട് ഒന്ന് ചിരിച്ച് കാണിച്ചു. അപ്പം തന്നെ സന്ധ്യച്ചി, നീ ചിരിക്കൊന്നും വേണ്ട, ഞാൻ എപ്പോഴായാലും നിനക്ക് ഓരോ അടിയും നുള്ളുമൊക്കെ തരും, അതൊക്കെ അങ്ങ് സഹിച്ചോണം നീ. ഓ പിന്നെ എനിക്ക് വേദനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ, ആഹാ അപ്പം നീ എന്നെ പിച്ചുന്ന സമയത്ത് എനിക്ക് വേദനിക്കത്തില്ലേ, അപ്പോൾ ഞാൻ ആ വേദനയെല്ലാം സഹിച്ചോട്ടെ എന്നല്ലേ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ സന്ധ്യച്ചിയോട് പറഞ്ഞു, ചേച്ചി കുറച്ച് വേദനയൊക്കെ സഹിക്കണം, അത് ചേച്ചി അറിയേണ്ട കാര്യങ്ങളല്ലേ. ഓ ആവശ്യത്തിൽ കൂടുതൽ വേദനയുണ്ടല്ലേ കുഞ്ഞെ, അല്ലാതെ ഇനി നിന്റെ നുള്ളും പിച്ചും കൂടെ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം സന്ധ്യച്ചി പറഞ്ഞു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു മുട്ടം പരാജയം തന്നെയായിരുന്നു. അത് ഈ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അത് ചേച്ചിക്കും അറിയാം, എനിക്കും അറിയാം, വീട്ടിലും അറിയാം. പക്ഷേ എല്ലാം ചേച്ചിയുടെ ഇഷ്ടത്തിന് എല്ലാവരും വിട്ടുകൊടുത്തു. കാരണം സന്ധ്യച്ചേച്ചി കാശുകാരിയാണല്ലോ, കൂടാത്തതിന് ഗൾഫുകാരിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്ധ്യച്ചേച്ചിക്കാണ് സപ്പോർട്ട്. അതിപ്പം ന്യായം ആരുടെ പക്ഷത്താണെന്ന് പോലും ആരും കാണുന്നില്ല. പക്ഷേ സന്ധ്യച്ചേച്ചിയും ഞാനും നല്ല കൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യച്ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ്. ചേച്ചി പറയുമ്പോഴാണെങ്കിലും മറ്റമ്മയും അച്ഛനും പറയുമ്പോഴും ഞാനിങ്ങനെ കേട്ടിരിക്കും. ഒരുപക്ഷെ സന്ധ്യച്ചേച്ചി എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനി അടിക്കാമല്ലോ, അത് തന്നെയാണ് വലിയൊരു കാര്യം. ഒരുപക്ഷെ സന്ധ്യച്ചേച്ചിക്കും അത് തന്നെയാണ് ഇഷ്ടം എന്നെനിക്ക് തോന്നിപ്പോന്നു. പലപ്പോഴായാലും ശരി തന്നെ സന്ധ്യച്ചേച്ചി എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം വളരെ കുറവാണ്. അത് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശരി തന്നെ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു, A to Z കാര്യങ്ങൾ. അതെനിക്കും സന്ധ്യച്ചേച്ചിയും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു സമയം മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് എനിക്കതെല്ലാം ഓർമ്മ വന്നു, പണ്ട് ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത്
സന്ധ്യച്ചി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും, ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളും. അപ്പം എല്ലാ കാര്യങ്ങളും ഞാനൊരു ആകാംക്ഷയോടെ ഇങ്ങനെ ഒന്ന് കേട്ടിരിക്കും. കോളേജ് ലൈഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചിയുടെ ആ ഒരു കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടിരുന്നാൽ ചിലപ്പോൾ ഞാൻ വാവത്തിരുന്ന് പോകും. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയം സന്ധ്യച്ചിയെ ഒന്ന് പറഞ്ഞു, ചേച്ചിയുടെ ഹോസ്റ്റലിലൊക്കെ എങ്ങനെയുണ്ട് ഗൾഫിൽ? അഥവാ ചേച്ചി ഒറ്റയ്ക്കാണോ അവിടെ താമസിക്കുന്നത്? എൻ്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേച്ചി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ സന്ധ്യച്ചി പറഞ്ഞു, അവിടെ മുട്ടം പൊള്ളിയാണ് എൻ്റെ ചെക്ക, എല്ലാവരും കൂടെ അടിപൊളിയും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചിക്ക് എങ്ങനെയുണ്ട് അവിടെ? എന്തെങ്കിലും ഒരു ദാമ്പത്യ ജീവിതം അവിടെ തുടങ്ങുന്നുണ്ടോ? പെട്ടെന്ന് ഞാനത് പറയുമ്പോൾ സന്ധ്യച്ചി വീണ്ടും എൻ്റെ കാലിലൊരു പിച്ച് എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നി ഇറക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ. ഇതൊക്കെ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള ലൈഫ്. ഇപ്പം ഞാൻ നിൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുന്നില്ലേ? ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രായം കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ പറ്റുമോ? അപ്പം ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യണം. അത് മാത്രമുള്ള എൻ്റെ മൈൻഡിൽ. നമുക്ക് യാത്ര പോകണമെങ്കിൽ യാത്ര പോകണം, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രം സന്ധ്യച്ചി പറഞ്ഞു. ഞാനതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. സന്ധ്യച്ചി നല്ലൊരു വിവരമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. ചില സമയത്ത് ബുദ്ധിയും വിവേകമുള്ള ഒരാൾ, ചില സമയത്ത് ഒട്ടുമില്ലാത്ത ഒരാൾ എന്നൊക്കെ ഞാനിങ്ങനെ പിറുപിറുത്തുകൊണ്ട് പറയുമ്പോൾ സന്ധ്യച്ചി, നീ എന്താടെ പിറുപിറുക്കുന്നേ? എന്നെ കുറ്റം പറയണോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ അയ്യേ, അതൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചത് എന്ന് പറഞ്ഞ് സന്ധ്യച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സന്ധ്യച്ചി എൻ്റെ കവളിൽ ഒരു നുള്ള് തന്നു. പതുക്കെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മലയുടെ മുകളിൽ ഒരു പാറമുകളിൽ കയറി. ഇവിടെ ഇരിക്കാൻ പേടിയാവുന്നുണ്ടോ നിനക്ക്? സന്ധ്യച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ഞാനും സന്ധ്യച്ചിയും അതിൻ്റെ മേളിൽ കയറിയിരുന്നു. അങ്ങനെ കുറേ സമയം സൂര്യൻ അസ്തമിക്കുന്നു നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചേച്ചി, ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ പണിയാണ് കേട്ടോ, നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സന്ധ്യച്ചേച്ചിയും കൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങാൻ നോക്കി. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്നുണ്ടോ? ചേച്ചി അങ്ങനെ ഇങ്ങനെ താങ്ങി താങ്ങി നിൽക്കുകയാണ്. എടാ, എന്നെ ഒന്ന് പിടിച്ച് ഇറക്ക്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ തെന്നി വീഴും. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സന്ധ്യച്ചി ഒന്ന് പിടിച്ചിറക്കി. കാരണം മലയാണല്ലോ, താഴേക്ക് പോകണം. ശേഷം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ താഴെ എത്തും. അപ്പം തന്നെ കുറേ മുറിവുകളും ചതവുകളും കാണും താഴെ എത്തുന്ന സമയത്ത്, സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെയൊരു മലയായിരുന്നു അത്. പെട്ടെന്ന് സന്ധ്യച്ചി ഇറങ്ങുമ്പോൾ ഡ്രസ്സ് വീണ്ടും വീണ്ടും അലങ്കോലമാകുന്നു. അപ്പം തന്നെ, എടാ ഇതൊന്ന് പിടിച്ച് നേരെയാക്കി തന്നെ എന്ന് പറഞ്ഞ് സന്ധ്യച്ചിക്ക് ഞാനത് ശരിയാക്കി കൊടുത്തു. ആ, നീയെല്ലാം പഠിച്ചല്ലോ എന്നൊരൊറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് സന്ധ്യച്ചി വീണ്ടും 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചു. വീഴല്ലേ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നിൽ നിന്നും ഒന്ന് കൺട്രോൾ ചെയ്തു. അപ്പോൾ സന്ധ്യച്ചിനെ പറഞ്ഞു, എടാ ശ്രദ്ധിക്കണേ. അങ്ങനെ സന്ധ്യച്ചിയുടെ വാക്കും കേട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ താഴെ എത്തിയ സമയത്ത് സന്ധ്യച്ചി വളരെയധികം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോൾ എത്തിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം ജംഗ്ഷനിലൊന്നും ആള് കാണത്തില്ല, പതുക്കെ പതുക്കെ നടക്കേണ്ടി വരും ഈ കാട്ടിക്കൂടെ. എടാ ദുഷ്ട, നമ്മളിനി എപ്പോഴാ വീട്ടിലെത്തുക? ഞാൻ പറഞ്ഞു, കുറച്ച് സമയം എടുക്കും, എന്തെങ്കിലും ചേച്ചി റെഡിയാണല്ലോ, നമുക്കങ്ങനെ പതുക്കെ പതുക്കെ പോവാം എന്ന് പറയുമ്പോൾ സന്ധ്യ പറഞ്ഞു, എടാ ഞാൻ പെട്ടോ? ഞാൻ പറഞ്ഞു, പെട്ടു, നമ്മൾ രണ്ടുപേരും പെട്ടു, അപ്പം നമുക്ക് രണ്ടുപേർക്കും നടന്ന് പോവാം എന്ന് പറഞ്ഞ് സന്ധ്യച്ചേച്ചിയും കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ഒരു കൂരാക്കുരുട്ടാണ്. സന്ധ്യച്ചേച്ചി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം നടത്തയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല പേടിയുണ്ട്. ഇരുട്ടത്ത് നടക്കാൻ എന്തോ ചേച്ചിക്ക് പേടിയുള്ളതെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എൻ്റെ കൈ പിടിച്ച് നടന്നോ, അപ്പം പേടിയെല്ലാം പോകും. പിന്നെ ഈ ടോർച്ചെടുത്ത് അടിച്ചു,
അത് ചെറിയൊരു വെട്ടമാണ്, ഞാൻ കരുതിയിരുന്നതാ ഇറങ്ങിയ സമയത്ത്. ഓ, നീയെല്ലാം കരുതി വെച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിയും കൊണ്ടല്ലേ പോയത്, പിന്നെ എന്തെങ്കിലും കരുതി വെക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യചേച്ചിയും ഞാനും കൂടെ താഴേക്ക് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോകണം, അതാണ് അടുത്ത കടമ്പ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൾഫുകാരി, ആ ഒരു കഥയിൽ ഗൾഫുകാരി എന്നതിൻ്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ഭാഗമായിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.